ഇതാ അർജന്റായിട്ട് 2 പോത്ത് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരു ചേട്ടൻ വന്ന് നമ്മളെ വിളിച്ചു. നോമ്പ് മുറിച്ചോണ്ടേ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. മുറിക്കാത്ത പാതി എപ്പോഴേ ഇറങ്ങി. അദ്ദേഹത്തിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത് തോന്നുന്നു. പൈസയൊക്കെ എടുത്ത് രഹസ്യമായിട്ട് വെച്ചോണ്ട് പോണുണ്ടോ? കച്ചവടം നടക്കും. പോത്തിനെ കണ്ടിട്ട് എനിക്ക് നടക്കുമെന്ന് തോന്നല്ല. വെറുതെ ചൂടുവെള്ളം തറയും പോവുകയാണെങ്കിൽ വാങ്ങിച്ചോണ്ട് വരൂ. അതൊക്കെ മേലെ ഇപ്പൊ തന്നെ ചെന്നാ മതി. കാവടി തുള്ളി പോവേണ് കേട്ടാ. വില പറയുമ്പോ ഞാൻ മാറി നിൽക്കും. കാരണം ചൂടുവെള്ളം തലയിൽ കൂടെ വീഴും എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ഇതിന് മൂക്കേറുണ്ടല്ലോ. ഞാൻ വരട്ടാ. അവൻ ചേട്ടാ പോത്തിനാ. അല്ലെങ്കിലേ തുറക്കണ്ടേ? പോയിട്ടോ ഞാൻ നാളെ വരാം. അടുത്ത ആള് വരുന്നുണ്ട്. പക്ഷെ ഇത് മൂക്കുകയറില്ല, ഇത് സീനാണ്. വരുമോ അത്? മറ്റേ പോത്ത് നിക്കുന്നോണ്ട് എനിക്ക് തോന്നുന്നു കേറുന്നു കേട്ടോ. പേരുണ്ടോ? മണിയനും മണികണ്ഠനും. ഇതാണോ മണികണ്ഠൻ? ഇത് എല്ലാവർക്കും പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. സ്വന്തമായിട്ട് കയറി, ആരെ സഹായം ഒന്നും ആവശ്യമില്ല. പാവം. ബാലൻസ് ഉള്ളവരെ കൊണ്ടല്ലേ പറ്റൂല്ലേ? ഉണ്ടോ ബാലൻസ് ഉള്ളവരെ കൊണ്ട് പറ്റും. ഒരു മാസം കൊണ്ട് എന്നെ കാത്തിരിക്കുകയാണ് പോതിനെ. ബാക്കിയാ ആർക്കും കൊടുക്കൂല, എനിക്ക് തരും. അതാണ് വാക്കിന് വില അല്ലേ അണ്ണാ? പിന്നല്ലാതെ ഒരു വാക്ക് പറഞ്ഞത് വാക്കായി. നമ്മൾ വരുന്നുണ്ട് കല്യാണം പറഞ്ഞു. വീട്ടിലെത്തിയിട്ടുണ്ട്. അതിനാണ് മൂക്കേറില്ലാത്തത്. സജീർ ഇറക്കുന്നതിന് ഭയങ്കര കുസൃതിയാണോ? പോത്തിപ്പോ താഴെ വീഴുവേ.
ഒടിഞ്ഞോ? ആരിറക്കി? പോത്ത് പുറകിലോട്ട് പോയതുണ്ടോ? ഞാൻ ഇറക്കി. ഇടിക്കൂലടാ, പ്ലെയിൻ കിസ് തരും. ഈ കൊച്ചിൻ്റെ അടുത്തല്ലേ പറഞ്ഞ് ഇറങ്ങരുതെന്ന്. അവൻ കേറാനും ഇറങ്ങാനും കുഴപ്പമില്ല, മിടുക്കൻ. അങ്ങ് ഇടവഴി കയറി നില്ലു വെച്ചേ.